ഹാപ്പിനെസ് ബേസിക്കലി ഇന്ത്യയിലെ ആദ്യത്തെ മെൻ്റൽ ഹെൽത്ത് കഫേ ആണ്. ഇവിടെ ഒരു കോഫിയെ കുടിച്ച് നമുക്ക് സെഷൻസ് എടുക്കാം, അതുപോലെ തന്നെ ഇങ്ങനെ വർക്ക്ഷോപ്സും അവയർനെസ് പ്രോഗ്രാംസിനൊക്കെ അറ്റൻഡ് ചെയ്യാം. കഫേ കം കൗൺസിലിംഗ് സെൻറ്റർ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യുണീക്ക് തീമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തോ വലിയൊരു പ്രശ്നമാണെന്നുള്ള ഒരു ഫീലിങ്ങിനേക്കാൾ അപ്പുറം അവരിവിടെ വരുന്നു അല്ലെങ്കിൽ അവരവരുടെ ഒരു സുഹൃത്തിനോട് മനസ്സ് തുറക്കുന്നു എന്നുള്ളൊരു ലെവലിലോട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. നിത്യജീവിതത്തിൽ പല പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാവും നമ്മളിൽ പലരും. ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആകാത്തവർ, ചെറിയൊരു തലവേദനയ്ക്ക് പോലും ഡോക്ടറെ കാണാൻ നിർദ്ദേശിക്കുന്നവർ, പക്ഷെ വിഷാദത്തെ അവഗണിക്കാറാണ് പതിവ്. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, കൈവിട്ടു പോയേക്കാവുന്ന മനസ്സിനെ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് തിരുവനന്തപുരത്ത് ഒരിടമുണ്ട്, കാപ്പിനെസ്. നദി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ NGOയുടെ മെൻ്റൽ ഹെൽത്ത് പ്രൊജക്റ്റാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മൾ ബേസിക്കലി മെൻ്റൽ ഹെൽത്തിലെ സ്റ്റിഗ്മ, സ്റ്റീരിയോടൈപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പേര് പോലും അങ്ങനെയാണ്, ഹാപ്പിനെസ് എന്നാണ്. അതായത് കോഫി പ്ലസ് ഹാപ്പിനെസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പേരിൽ പോലും ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കരുതെന്നാണ് നമ്മുടെ ഒരു പോളിസി വരുന്നത്. 2 കോഫൗണ്ടേഴ്സാണ്, സ്നേഹ, ജിക്സൺ, അങ്ങനെ 2 പേരാണ്. അപ്പോൾ ഞങ്ങൾ ഈ പല റിസർച്ചുകളുണ്ട് ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ സ്റ്റിഗ്മ, സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഹാപ്പിനെസ് മോഡലിലോട്ട് വന്നത്. ഡൽഹി, പൂനെ ഇവിടെയൊക്കെ കഫേ ബേസ്ഡ് ആയിട്ട് തെറാപ്പി എടുക്കുന്ന സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു സ്ട്രക്ചേർഡ് ഫോമാണ്. അതായത് കഫേറ്റീരിയ മോഡൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു സൊല്യൂഷൻ പോലെ, അതായത് തെറാപ്പി മാത്രമല്ല, ഇവിടെ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ മൂവി സ്ക്രീനിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു കോഫിയെ കുടിച്ച് നമുക്ക് സെഷൻസ് എടുക്കാം, അതുപോലെ തന്നെ ഇങ്ങനെ വർക്ക്ഷോപ്സും അവയർനെസ് പ്രോഗ്രാംസിനൊക്കെ അറ്റൻഡ് ചെയ്യാം, അങ്ങനെയുള്ളൊരു ഇനിഷ്യേറ്റീവാണ്. 4 ചുവരുകൾക്കുള്ളിലെ ചികിത്സകളോട് ഗുഡ് ബൈ പറഞ്ഞ് പതിവ് രീതികളിൽ നിന്ന് മാറി പുത്തനൊരാശയവുമായാണ് കാപ്പിനെസ് മുന്നോട്ട് വരുന്നത്. മനോഹരമായ ഒരു വീട്, അവിടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ചകൾ, സമാധാനം തേടി ഇവിടെ എത്തുന്നവർക്ക് വ്യത്യസ്തങ്ങളായ 4 ഇടങ്ങളാണ് കാപ്പിനെസ്സിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയോട് ചേർന്നിരുന്ന് നമുക്ക് മനസ്സ് തുറക്കാം, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാം. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ എല്ലായിടവും കേട്ടിട്ടുള്ളതൊരു ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷമാണ് എല്ലായിടവും കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു ഹോംലി ബേസ്ഡ് ആയിട്ട് ഒരു വീടിൻ്റെ അന്തരീക്ഷം കൊടുക്കുക എന്നുള്ളത് തന്നെ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പറഞ്ഞ ഒരു 4 സ്പേസസ് നമ്മളിവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഓപ്പൺ സ്പേസ്, അല്ലെങ്കിൽ പ്രകൃതിയോട് കുറച്ചും കൂടെയൊക്കെ ഒന്ന് അടുത്തിരുന്ന് നമുക്ക് ഇടപെട്ട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളായിട്ടാണ്. ആളുകൾക്ക് ഇപ്പം ചൂസ് ചെയ്യാം സ്പേസസ് ഒക്കെ. അപ്പോൾ ഇവിടെ വന്ന് അവർക്ക് ഓക്കെ ആണ്, അവർക്കൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് പോലെയാണ്. കുറച്ചും കൂടെയൊക്കെ ഒന്ന്, ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ക്ലോസ്ഡ് സ്പേസ് ആയിരിക്കും ആവശ്യമുള്ളത്, ചിലർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഓപ്പൺ സ്പേസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ കുറേ കൂടി നല്ല ഒരു സക്സസ് റേറ്റ് കൂടുതലാണ്. ബേസിക്കലി ഇത് നമ്മുടെ ഒരു ജെൻ ഗാർഡൻ കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യുക, അവിടെ എല്ലാ സ്പേസസും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഗാർഡൻ ഒയാസിസ്, ഗാർഡൻ റിട്രീറ്റ്, ഷെയറിംഗ് സ്പേസ്, അതുപോലെ മഡ് ഹൗസ്, ഇത്രയും 4 സ്പേസസാണ്. അപ്പോൾ ഈ 4 സ്പേസസും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ട് അവർക്ക് ഏതെങ്കിലും ഒരു സ്പേസ് അവർക്ക് ഇഷ്ടപ്പെടും. നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഇവിടെ ഉള്ളത്. 2 സൈക്കാട്രിസ്റ്റും അതുപോലെ തന്നെ 7 സൈക്കോളജിസ്റ്റുമാരാണ് ഉള്ളത്. നമുക്ക് അറൗണ്ട് 20+ കൺട്രീസിലുള്ള ഓൺലൈൻ ക്ലയൻസ് ഉണ്ട്. പണ്ടുള്ള ആൾക്കാർക്കായിരുന്നു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾ തെറപ്പിക്ക് പോകുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തോ അസുഖമാണ്, അതൊരു സ്റ്റിഗ്മയായിട്ട് കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ആ ഒരു സ്റ്റിഗ്മ വളരെയധികം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആൾക്കാരൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമല്ല, അതായത് അവർക്കൊരു ലൈഫിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്യണം, ഒന്ന് ഓർഗനൈസ് ചെയ്യണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ഇങ്ങനെ വന്നാൽ വരെ തെറപ്പിക്ക് വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്യൂസ് നമുക്ക് ഏറ്റവും വേഗം തന്നെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് എനിക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരുപാട് കേട്ട് വരുന്ന ഒരു ടേമാണ് ഡിപ്രഷൻ എന്നുള്ളത്. ഇവിടെ വരുന്ന ഭൂരിഭാഗം ആൾക്കാരുടെയും ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ അവർ പറയുന്നത് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ അവർക്കൊന്ന് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരൊറ്റ റീസണാണ് പല ആൾക്കാരെയും ഇവിടെ വന്ന് എത്തിക്കുന്നത്. അപ്പം കൂടെ ഉള്ളവരാണെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളിങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ ഏറ്റവും കൂടുതൽ അവരെ ജഡ്ജ് ചെയ്യാണ്ട് അവരെ ഏറ്റവും മനസ്സ് തുറന്ന് അത് അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു ഇതാണ് ഒരു ബിഗ് സ്റ്റെപ്പ് എന്നുള്ളത്. പാട്ടുകളും പുസ്തകങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് കാപ്പിനെസ്സിൽ പ്രത്യേക ഇടമുണ്ട്.
നായകളോട് പ്രിയമുള്ളവർക്കായി ഡോഗ് തെറാപ്പിയും ഇവിടെയുണ്ട്. ഒരു മുറിക്കുള്ളിലിരുന്നോ തുറസായ സ്ഥലത്തിരുന്നോ ഒക്കെ നമുക്ക് മനസ്സ് തുറക്കാം. ചായക്കൂട്ടുകളോടാണ് നിങ്ങളുടെ പ്രണയമെങ്കിൽ അതിനും ഇവിടെ വഴിയുണ്ട്. അഫോർഡബിൾ ആവുന്ന രീതിയിലാണ് ബാക്കി ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു വളരെ മിനിമൽ ആയിട്ടുള്ളൊരു മെനു ഉണ്ട്. മെനു നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവിടെ വരിക എന്നുള്ളതല്ല മെയിനായിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കോഫി അല്ലെങ്കിൽ ചെറിയ മിനിമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ട് തെറാപ്പി എടുക്കുക അങ്ങനെയുള്ള രീതിയിലാണ്. തെറാപ്പി എടുക്കുക എന്ന് വെച്ചാൽ സെക്കൻഡ് തിങ് ആണ്. അല്ലാണ്ട് തന്നെ നമുക്കിവിടെ വരിക, സ്പേസും ബാക്കി ഫെസിലിറ്റീസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുക. അല്ല ഇവിടെ വേറെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്കിവിടെ പെയിൻറ്റ് ചെയ്യാം അങ്ങനെയുള്ള. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡോഗ് തെറാപ്പി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേരളത്തിൽ ഞങ്ങളാണ് ഫസ്റ്റ് ടൈം ഡോഗ് തെറാപ്പി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ഇവിടെ. അപ്പോൾ ഇവിടെ 2 ഡോഗ്സ് ഉണ്ട്. ശരിക്കും അവർ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. 2 months കഴിയുമ്പോഴേക്കും അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതും കേരളത്തിൽ ഡോഗ് തെറാപ്പി ഞങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാനസിക പിരിമുറുക്കങ്ങൾക്കും വിഷമങ്ങൾക്കുമൊക്കെ ഇനിവിടെ പറയാം. ഹാപ്പിനെസ് ഈസ് ഹാപ്പിനെസ്.